ഹായ് അസ്സലാമു അലൈക്കും, ഇറ്റ്സ് മീ റജീന. ഇത് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് കുറേ ക്ലോത്ത് ഇതുപോലെയൊക്കെ വേണ്ടാണ്ട് യൂസ് ഇല്ലാണ്ട് കിടക്കണ്ടാവുണ്ട്. ഇത് ഒരു സാറ്റിൻ്റെ ലൈനിങ് ആണ്. ഇത് നമ്മളിതുപോലെ വേസ്റ്റ് പീസിൽ നിന്ന് ഞാൻ എടുത്താണ് കേട്ടോ. ഈ ക്രഞ്ചീസൊക്കെ ഈ സാറ്റിൻ ക്ലോത്തിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കാരണം സാറ്റിൻ ഭയങ്കര ഷൈനിങ് ആയിരിക്കുമല്ലോ, അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് 4ആയി ഫോൾഡ് ചെയ്തതിന് ശേഷം അതൊരു 5 ഇഞ്ച് വീതിയിൽ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നീളം 45 നീളമുണ്ട്. ഓക്കെ, ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് രണ്ടറ്റങ്ങളും നമ്മൾ നല്ല വശങ്ങൾ ചേർന്നിരിക്കുന്ന പോലെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്രഞ്ചീസ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് മെഷീൻ ഇല്ലെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എങ്ങനെ നമ്മൾ സൂചി നൂലൊക്കെ വെച്ച് നമ്മൾ തുന്നിയെടുക്കില്ല, അതുപോലെ തുന്നിയെടുത്താലും മതി. അല്ലാണ്ട് മെഷീനിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, തുന്നിയെടുത്ത് നമ്മൾ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് നമ്മൾ അയൺ ബോക്സ് വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കുക. നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി നീറ്റായിട്ട് തോന്നുന്നു. ഭയങ്കര നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഭയങ്കര ഫിനിഷിങ്ങിന് എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ അയൺ ചെയ്യും കേട്ടോ. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സെൻറ്ററിൽ വരുന്ന പോലെ ആക്കി വയ്ക്കുക. നമ്മൾ ജോയിൻ ചെയ്തില്ലേ, ആവശ്യം സെൻറ്ററിൽ പോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടില്ലേ, സെൻറ്ററിലാക്കി വെച്ചിരിക്കുന്നത്. എന്നതിന് ശേഷം അത് നേരെ മറിച്ചിടുക. എന്നിട്ട് മുകളിലത്തെ പോർഷനിൽ അത് മാത്രം എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഡബിൾ ഫോൾഡ് ചെയ്യുക. എന്നതിന് ശേഷം ഒരു ഫോൾഡും കൂടി കൊടുക്കുക. എന്നിട്ട് അടിയത്തെ ആ പോർഷൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്തില്ലേ, ആ രണ്ട് സൈഡും ഒപ്പമായിരിക്കണം. ഓക്കെ, എന്നിട്ട് മുകളിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് സെൻറ്ററിലാക്കി നമ്മൾ വെച്ചിരിക്കുന്നു. എന്നതിന് ശേഷം ഇത് കമഴ്ത്തി ഇട്ടിട്ട് മുകളിലത്തെ പോർഷൻ ഇതുപോലെ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് സെൻറ്ററിലാക്കി വയ്ക്കുക. എന്നിട്ട് ബാലൻസ് മറ്റേ പീസ് ഇതുപോലൊന്ന് വെച്ച് പിടിച്ചിട്ട് നമ്മൾ ഈ ജോയിൻ്റ് ചെയ്ത് ആ പോർഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി മേലെ ഇതുപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിറയെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇടാം കേട്ടോ. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾ കൈ കൊണ്ട് തുന്നുന്നവരാണെങ്കിൽ സൂചി നൂല് വെച്ച് ഇതുപോലെ തുന്നി എടുത്താൽ മതി കേട്ടോ. ഈസിയാണ്. ഓക്കെ, നമ്മൾ തയ്ക്കുന്ന സമയത്ത് അകത്ത് നമ്മൾ മടക്കി വെച്ചില്ലായിരുന്നു ആ പീസ്, അത് ഈ സ്റ്റിച്ചിങ്ങിൽ പെടരുത് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്താൽ മതി. പോർഷൻ ഉള്ളിലോട്ട് ഇത്തിരി കൂടി ചുരുട്ടി വെച്ചിട്ട് വേണം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ അകത്തുള്ള ആ പോർഷൻ നമ്മളിതുപോലെ ഇടയ്ക്ക് വലിച്ചെടുക്കണം, എന്നാലേ ഫുൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അകത്തുള്ള ആ പോർഷൻ ഇതുപോലെ പുറത്തോട്ട് വലിച്ചെടുക്കണം കേട്ടോ. എന്നതിന് ശേഷം ഒരു ലാസ്റ്റ് അതിൻ്റെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന എത്തുമ്പോൾ നമ്മൾ നിർത്തണം. ഫുള്ളായിട്ട് ജോയിൻറ്റ് ചെയ്യരുത്. ഇതുണ്ടല്ലേ ഞാൻ ചോക്കിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്, ഇടയിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലൂടെ നമുക്കിത് നോക്കിയാൽ നല്ല വശം കാണാനായി സാധിക്കും. അപ്പോൾ അത് മെല്ലെ നമ്മളൊന്ന് വലിച്ചെടുക്കുക. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് വലിച്ചെടുത്ത് നല്ല ഈസി ആയിട്ട് പുറത്തോട്ട് പോരും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇതാണ് കുഞ്ഞ് ഓപ്പണിങ് ഇട്ടില്ലായിരുന്നു അത്. എന്നതിന് ശേഷം 4 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളമുള്ള ഒരു എലാസ്റ്റിക് എടുത്തിട്ട് ഇതുപോലെ പിൻ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്തിട്ട് ആ ഹോളിലൂടെ നമ്മളൊന്ന് ഇടുക. എന്നതിന് ശേഷം മറ്റേ അറ്റം നമ്മൾ ഈ കയ്യിൽ ഇതുപോലെ ഒന്ന് പിടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മളത് ചെയ്യുമ്പോൾ അത് അകത്തോട്ട് ഫുള്ളായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ, അതാണ് കേട്ടോ അത് കാണിച്ചത് ഞാൻ വീഡിയോയിൽ. ഇതുപോലെ പുറത്തോട്ട് സൂചി പിൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. മെല്ലെ മെല്ലെ ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. അത് ഞാൻ മറ്റേ കയ്യിലോട്ട് മാറ്റി പിടിക്കുന്നുണ്ടേ. ഓക്കെ, അപ്പോൾ അത് പുറത്തോട്ട് എടുത്തു. എന്നതിന് ശേഷം പിന്നെ മാറ്റിയിട്ട് അത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾ തുന്നുന്നവരാണെങ്കിൽ ജസ്റ്റ് അതിവിടെ കെട്ടിട്ട് കൊടുത്താലും മതി കേട്ടോ, കൈ കൊണ്ട് തന്നെ. ഓക്കെ, ഞാനിപ്പോൾ ഇത് മെഷീനിൽ അത് നന്നായി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. കാരണം നമ്മൾ ഹെയറിലോ ഇല്ല കയ്യിലൊക്കെ ഇടുമ്പോൾ പിടിച്ച് നല്ല വലിക്കുമ്പോൾ വിട്ടുപോകാതിരിക്കാൻ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, എന്നതിന് ശേഷം ആ എലാസ്റ്റിക്കില്ലേ അത് അകത്തോട്ട് തള്ളി വിട്ടിട്ട് ഈ നമ്മൾ ഓപ്പണിംഗ് ഇല്ലേ നമുക്കതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണ്ടേ. ഒരു 4 ഇഞ്ചിൻ്റെ അടുത്ത് ഇതേപോലെ അകത്തോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ആ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ചിങ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ അവിടെ ഹെമ്മിങ് സൂചി നൂല് വെച്ചൊന്ന് ഹെം ചെയ്തെടുത്താലും മതി, നല്ല നീറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്, നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ ബൈ, ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്.